അപ്പൊ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടെയും വരെ ആയി. ക്രിസ്മസ് ആയില്ലേ? നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ പോണ്ട. നമ്മള് ഇത് 24-ാം തീയതി വീഡിയോ ഉണ്ടാ. രാവിലെ തന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇന്നുണ്ട് ഊട്ടിയുണ്ട് കേട്ടാ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ക്രിസ്മസ് അല്ലേ നാളെ. അപ്പൊ പിന്നെ എന്തോരം കാര്യങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവും. പോവാതിരിക്കാനും പറ്റൂല, അത്രയും തിരക്കാണ് ഓഫീസില്. അപ്പൊ പിന്നെ ഞാൻ പോവാനും നിവൃത്തിയില്ല. അങ്ങനെ റെഡ് കളറിലെ ചുരിദാർക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇന്നലെ പോയത്. വേറെ ഒന്നിനല്ല, ഓഫീസിലുള്ളവരെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ ഇന്ന് ക്രിസ്മസ് ആയി എന്നുള്ളത്. നമുക്ക് ലീവൊക്കെ തരാൻ പറ്റാത്ത അത്രയും തിരക്കുള്ളതുകൊണ്ട് പിന്നെ ഞാനും ചോദിക്കാൻ നിന്നില്ലട്ടാ. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കണ. നേരത്തെ ഇറങ്ങണോന്നുള്ള ചിന്തയും വെച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോയത്. അപ്പൊ 8-ന്റെയും 16-ന്റെ പണി എന്ന് പറയൂലേ, അതേപോലത്തെ ഒരു ദിവസമായിരുന്നു 24-ാം തീയതി. എന്റെ മോറ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവണുണ്ടാവൂലേ, അത്രയും സ്ട്രെയിൻ എടുത്തേക്കണ ഒരു ദിവസം ഉണ്ടായിട്ടില്ലെന്ന്. അന്ന് ഉച്ചാമ തന്നെ വല്ല ഇട്ടെറിഞ്ഞ് പോന്നാലാന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതിരി തിരക്കായിരുന്നു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് പതിപോലെ ഞാൻ 5 മണിയായപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. അമ്മച്ചിക്കൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അതേ എനിക്കൊരു ഗിഫ്റ്റ് ഇരിക്കണ. മൂത്ത ചേച്ചി എനിക്ക് അന്ന് ബർത്ത്ഡേ അന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നപ്പോ അത് പാകമായിരുന്നില്ല കേട്ടോ എനിക്ക് ചുരിദാറ്. അപ്പൊ വേറൊരു ചുരിദാറ് എനിക്ക് സൈസിന് ഒപ്പിച്ച് ക്രിസ്മസിന്റെ അന്ന് കൊടുത്തു വിട്ടേക്കണാണ്. അപ്പൊ എനിക്ക് ഇല്ലാത്തൊരു കളറാണ്. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഇട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മ അന്ന് വൈൻ കെട്ടി വെച്ചില്ലേ. പിന്നെ എനിക്ക് കണ്ടിട്ടുണ്ട് നിങ്ങൾ വൈൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പുളിച്ചു പോയില്ലേ എന്നൊക്കെ നോക്കാന്ന് ഓർത്ത് തുറന്നു കഴിഞ്ഞപ്പോ ആഹാ, നല്ല അടിപൊളി വീഞ്ഞായിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പൊ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചില്ലുകുപ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായെന്നറിയോ ഈ ചില്ലുകുപ്പിയിലോട്ട് എനിക്കൊന്ന് ഇതൊന്ന് പകർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു വെള്ള നല്ല തുണിയൊക്കെ എടുത്തിട്ട് നമ്മള് വൈൻ അരിച്ച ചില്ലും കുപ്പിയിലോട്ട് ആക്കാൻ പോവേണ്ട. ഇനിയിപ്പോ ആവശ്യത്തിന് നമുക്ക് അവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ ആ കുപ്പിക്ക്. ആ പൈപ്പ് ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ കുടിച്ചാൽ മതി. വൈൻ നിറച്ച് വെച്ചിട്ട് ഞാനത് അങ്ങനെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് കയറ്റി വെക്കാന്നാണ് ഞാൻ ആലോചിച്ചേക്കണം. അപ്പൊ നല്ല തണുത്ത് കൂളായിട്ടുള്ള വൈൻ ഇടക്കിടക്ക് ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നുമ്പോ എടുത്ത് കുടിക്കാലാ. വൈൻ നല്ല പുളിച്ചൊന്നും പോകാണ്ട് സെറ്റായി കിട്ടിയതിന്റെ സന്തോഷം അതിനപ്പുറം ഇരുന്നിട്ട് എനിക്ക്. ഇനിയിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നിയാൽ കുടിക്കാം. അപ്പതേ കണ്ട നമ്മുടെ ഇത് ഇത്രയുമാണെന്ന് നോക്കണ്ട, ഇപ്പൊ തന്നെ ഒരു 6-7 ലിറ്ററോളം വെള്ളം കൊള്ളാവുന്ന കുപ്പിയാണ് അത്. അതിന്റെ ഒരു ഹാഫ് ഭാഗം വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കുടിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് തന്നു നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ടെസ്റ്റ് ആയി ഞാൻ അടിച്ചു നോക്കാം. സംഭവം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണല്ലോ. സംഭവം നല്ല അടിപൊളിയാണ്. നല്ല കിക്കാവണ വീതിയുള്ള നല്ല അടിപ്പൻ വൈനിടാം. അപ്പൊ രാവിലെ നമ്മളില്ലാത്തതുകൊണ്ട് തന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ പാവാൻ വെച്ച് രാവിലെ നിന്ന് എല്ലാം വേവിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ആ ജോലിയും കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോ കഷ്ടപ്പെടണ്ടെന്ന് ഓർത്ത് അമ്മച്ചി ചാപ്സ് ഉണ്ടാക്കാനുള്ള പണിയിലുണ്ട്. അപ്പൊ അമ്മയും മോനും കൂടി നിന്നിട്ടാണ് പാചകം. ഞാനിവിടെ കണ്ടിട്ട് എന്റെ ബാക്കിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കേണ്ട രണ്ടിന്റെയും പാചക പണികൾ കണ്ടിട്ട്. അപ്പൊ അമ്മച്ചിക്ക് ചെയ്തോട്ടെന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കണെല്ലാം. അപ്പൊ ഉപദേശിച്ച് ഇങ്ങനെ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അനുചേട്ടൻ. നമ്മുടെ പിള്ളേര് സെറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരോള് ടീമുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും പാട്ടും ബഹളവും ഉണ്ട് ഇവിടെയൊക്കെ ഒരു രക്ഷയില്ല. നമ്മളുടെ മിക്കുവിന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവര്. അപ്പൊ എല്ലാവരും കൂടിയൊക്കെ വന്നേക്കണം. കാര്യമായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് ഓർത്തിട്ട് വന്നേക്കണം. അപ്പൊ ഉണ്ണീഷനൊക്കെ കൊണ്ടുവന്ന് തൊട്ടൊക്കെ മുത്തി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കണ്ട. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞേട്ടാ. അപ്പൊ ഇനിയും ഒരുപാട് ദൂരമൊക്കെ അവർക്ക് പോകാനുള്ളത് തന്നെ ഞാൻ കേക്ക് ഇരുന്ന് വെച്ചതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഇരുന്ന് കഴിക്കേണ്ട. അപ്പൊ അവര് കേക്കൊക്കെ കഴിച്ചിട്ട് അടുത്ത വീടുകളിലോട്ടൊക്കെ കരോള് പോയി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പുൽക്കൂട് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേര് വെച്ച് ഇതിനുള്ളിൽ വെക്കേണ്ട കാര്യങ്ങളൊന്നും വെക്കാണ്ട് കരോളെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാവരുടെ പഴിക്ക് ഓടിപ്പോയി കഴിച്ചു. അപ്പൊ പിന്നെ ഇനിയിപ്പൊ ഞാൻ ഇതൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെ വെക്കണം. വേറെ ആരുമില്ലല്ലോ ഇവിടെ വെക്കാൻ. അപ്പൊ പഴയ നമ്മുടെ സെറ്റുകൾ തന്നെയാണ് വെക്കണം. 12 മണിയാകുമ്പോഴാണ് ഉണ്ണീശ്വനെ എടുത്ത് കൂട്ടിൽ വെക്കേണ്ടത്. എന്നാലും ഞാൻ ഇത്തിരി നേരത്തെ ഉണ്ണീശ്വന കൂട്ടിലോട്ട് കൊണ്ടുപോയി കിടത്തി. ആരെങ്കിലും ഒക്കെ വെക്കാൻ വേണ്ട. ഇനിയിപ്പൊ ആ നേരത്തൊക്കെ ഞാൻ ഉറങ്ങിപ്പോയാ ഉണ്ണീശ്വനെ കിടത്താൻ ആരും ഉണ്ടാവൂല. അപ്പൊ ഞാൻ നേരത്തെ കിടത്തി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊടുങ്ങല്ലൂർ വീണ്ടും പോകണം കൈസ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ ഇപ്പൊ വന്നോളൂ. വീണ്ടും പോകേണ്ട ഒരു അത്യാവശ്യം വന്ന്. വേറെ ഒന്നല്ല, എനിക്ക് മെഡിസിൻ വാങ്ങിക്കണോന്ന് മേടിക്കണമായിരുന്നു. ഞാൻ മറന്നുപോയി. അതാണെങ്കിൽ മടങ്ങാൻ പാടില്ലാത്ത മരുന്നാണ്.
അങ്ങനെ ഞാൻ വീണ്ടും കൊടുങ്ങല്ലൂര് വന്ന് ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരം മരുന്ന് അവിടെ മേടിക്കണത്. അങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, 1 മാസത്തോളം മരുന്ന് എടുത്ത് വെച്ചേക്ക്, ഞാൻ അതേ വഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് കൊടുങ്ങല്ലൂർ എത്തി. മെഡിസിനൊക്കെ വാങ്ങിച്ച് നമ്മൾ പോരേണ്ട. അപ്പോഴാണ് അൻചേട്ടൻ പറഞ്ഞത്, നീ തലേന്ന് എന്താണ് ഹെൽമെറ്റ് ഊരാണ്ട് നടക്കണേന്ന്. ഇങ്ങനെ ഒരു ബോധമില്ലാത്തത്. ക്യാമറയിൽ ഞാൻ എന്നെ കണ്ടിട്ട് പോലും തലയിൽ ഹെൽമെറ്റ് ഇരിക്കണ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നട്ടാ. അങ്ങനെ നമ്മ പോരുമ്പോ കോട്ടപ്പുറത്തുനിന്ന് നോക്കിയപ്പോ നല്ല ലൈറ്റും വെട്ടമൊക്കെ. അപ്പൊ മുസ്ലിസിൽ അവിടെ എന്തോ പരിപാടി എടുക്കണുണ്ടെന്ന് ഓർത്ത് നേരെ വെച്ച് അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകുന്നു ചോദിച്ചോ. അവിടെ എന്തോ നല്ല സ്വഭാവം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാ. മൊത്തം അവിടെ കാണാനുണ്ട് കേട്ടാ. പള്ളിയുടെ അവിടെ തുടങ്ങിയ ലൈറ്റാണ്. കുറച്ചു നേരം പിള്ളേരൊന്നും ഇല്ലല്ലോ, തേരാ പാര കുറച്ചു നേരം ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ കോട്ടപ്പുറത്ത് കുറച്ചു നേരം നടന്നിട്ടാ. ഒരുവിധം കാണാനുണ്ട്, ഒരുവിധം ആൾക്കാർ തിരക്കുണ്ട്. 24-ാം തീയതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പള്ളിയിലത്തെ കുർബാന കൂടാൻ വേണ്ടിയിട്ടൊക്കെ വന്നേക്കണ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് അപ്പൊ നേരെ ആ സമയം അവർക്ക് കുർബാനയും കൂടായി പോയാൽ മതിയല്ല. പോയ വഴിയൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ടാ. വേറൊന്നുമല്ല, അവരും ഇതേപോലെ തന്നെ എന്റെ പോലെ തന്നെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ പുൽക്കൂടില്ല, ലൈറ്റും കൂടിയില്ല. അങ്ങനെ ഞാൻ ചേട്ടനാണ് ഫസ്റ്റ് വൈൻ പുറത്തൊരാൾക്ക് കൊടുക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ പറഞ്ഞ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാനിത് അടുത്ത കൊല്ലം കുറച്ചും കൂടെ അധികം കെട്ടിയിട്ട് ബിസിനസ് ആക്കാൻ പോകണം. അങ്ങനെ ഫസ്റ്റത്തെ കേക്ക് മുറിക്കലാണ് കൊല്ലത്താ. ക്രിസ്മസിന് ആദ്യത്തെ കേക്ക് മുറിക്കല്. എന്നിട്ട് ഞാൻ പ്രിയ ചേച്ചിക്ക് ഒരു കഷ്ണം കേക്ക് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ ലൈറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. നമ്മുടെ ഗോത്രത്ത് പള്ളിയുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ പാർക്ക് പോലെയൊക്കെ. അപ്പൊ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. അതൊക്കെ ഒന്നെല്ലാം കണ്ട് കുറെ ഇങ്ങനെ അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട്. അങ്ങനെ ഞാനും മിക്കും മാത്രമുള്ള കേട്ടാ. മൂത്താള് കരോളില് പോയേക്കാണ്. അപ്പൊ ഞാനും മിക്കും കൂടി ഇവിടെ കണ്ട് നടന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നിപ്പോ പറഞ്ഞത്. വിശേഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.